BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. രേണുസുധിയും അനീഷും തമ്മിലാണ് രാവിലെ തന്നെ അടി തുടങ്ങിയിരിക്കുന്നത്. അനീഷ് പറയുന്നത് രേണുസുധി കണ്ണടച്ച് ഉറങ്ങിയെന്നാണ്. എന്നാൽ രേണു പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിയില്ലടോ, താനെന്താ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങിയെങ്കിൽ ബിഗ് ബോസിന് അറിയില്ലേ, പട്ടി കുരയ്ക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അനീഷിന് നല്ല രീതിക്ക് തന്നെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും ഒരാളെ ടിഗർ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ അനീഷ് രേണു പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണടയ്ക്കരുത് എന്നൊക്കെ. അപ്പോൾ രേണു ശരിക്കും നല്ല രീതിയിൽ തന്നെ ടിഗർ ആകുന്നുണ്ട്. രേണു നല്ല രീതിക്ക് തന്നെ അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. താൻ പോടോ, താൻ ആരാ, ബിഗ് ബോസ് ആണോ, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ രേണുവിൻ്റെ പുറകെ നടന്ന് അനീഷ് കണ്ണടയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുകയാണ്. കൂടാതെ അനീഷ് പറയുന്നുണ്ട്, ഓൾറെഡി ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഷോർട്ടേജ് ആണ്, താൻ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ലക്ഷറി പോയിന്റും കൂടി പോകും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേണുസുധിനെ നല്ല രീതിയിൽ ടിഗർ ചെയ്യുന്നുണ്ട്. അവസാനം രേണുസുധി ഗതി കെട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കണ്ണടയ്ക്കും, തനിക്കിപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, താൻ ആരാണ്, ബിഗ് ബോസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാനാണ് ഇവിടുത്തെ ബിഗ് ബോസ്, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറ്റേ കുടുംബങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇവിടെ ആരുടെയും അടിമയല്ല, ആരും പറയുന്നത് കേട്ട് നിൽക്കാനല്ല ഇവിടെ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മറ്റു കുടുംബാംഗങ്ങളും അനീഷിനെതിരെ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കൊണ്ടും അനീഷിനെ ആർക്കും തളർത്താൻ പറ്റുന്നില്ല. അനീഷ് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിനും രേണു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പം രേണുസുധി പറയുന്നുണ്ട്, എൻ്റെ പേര് രേണു എന്നല്ല, രേണു എന്നാണ്, അതുപോലെ തന്നെ എന്നെ രേണു മോളെ എന്ന് വിളിക്കേണ്ട, കോൾ മീ രേണു സുധി എന്ന് പറയുന്നുണ്ട്. അതിന് അനീഷ് പറയുന്നുണ്ട്, ആരാണ് ഈ സുധി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു വീണ്ടും ടിഗർ ആവുന്നുണ്ട്. അപ്പോൾ രേണുസുധി പറയുന്നുണ്ട്, മരിച്ചവരെ വെറുതെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പോഴേക്കിനും അത് മറ്റു കുടുംബങ്ങൾ ഏറ്റുപിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അനീഷിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പറയുക, വെറുതെ വീട്ടിലുള്ളവരെയും മരിച്ചവരെയും ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷിന് അതെന്തോ കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ടോപ്പിക്ക് അവിടെ നിർത്തുന്നുണ്ട്. അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ പാസ്റ്റ് ഒന്നും അറിയത്തില്ല, എനിക്ക് ഇവരാരാന്ന് പോലും അറിയത്തില്ല, അപ്പം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അവരുടെ പാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനീഷ് പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നൈസായിട്ട് സ്ക്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, താൻ എന്താണ് ഇള്ള കുഞ്ഞാണോ, ലോകത്ത് നടക്കുന്ന ഒന്നും അറിയാതെ ഇപ്പം മുകളിൽ നിന്ന് പൊട്ടി വീണതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും പേഴ്സണൽ ലൈഫ് ഒന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് അനീഷ് എന്തായാലും ആ ടോപ്പിക്ക് നിർത്തി വീണ്ടും കണ്ണടയ്ക്കരുത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം രേണുസുധിക്ക് നല്ല രീതിയിൽ ടിഗറായിട്ടിരിക്കുകയാണ്. എന്തായാലും 2 ദിവസം ആക്റ്റീവ് അല്ലാതിരുന്ന രേണുസുധിയെ കൊണ്ട് ഇത്രയും ടോപ്പിക് ഉണ്ടാക്കാനും ഇത്രയും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും അനീഷിന് രാവിലെ തന്നെ സാധിച്ചു.